പരിശുദ്ധമായ മിഅ്റാജ് രാവ് കടന്നു വരികയാണ് അല്ലേ? എന്താണ് ഈ മിഅ്റാജ് രാവിൻ്റെ പ്രത്യേകത? ഈ രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ എന്താ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത്? അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ രാവിൽ അള്ളാഹുവുമായി ഏറെ അടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു അത്ഭുത ദിക്റുണ്ട്. ഈ ദിക്റ് ആ രാത്രി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ വീട്ടിലേക്ക് സമാധാനം പെയ്തിറങ്ങും. പഠിക്കണ്ടേ? നമുക്ക് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഇൽമ് 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാ സങ്കടങ്ങളും തീർത്ത് തരാൻ പറ്റിയ ഒരു രാത്രി നമ്മിലേക്ക് കടന്നു വരാൻ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത, പടച്ചവനിലേക്ക് ചേർത്തു പിടിച്ച അതിവിശിഷ്ടമായ രാവ്. ഈ റജബ് കടന്നു വരുമ്പോൾ തന്നെ പണ്ഡിതന്മാർ, ഖാദിമാരൊക്കെ മാസം കാണുന്നത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മിഅ്റാജ് രാവ് എന്നാണെന്ന് പറയാറുണ്ട്. അത്രമേൽ വലിയ പ്രത്യേകത അതിനുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച മഗ്രിബോടുകൂടെ നമ്മൾ മിഅ്റാജ് രാവിലേക്ക് കടക്കാൻ. ശനിയാഴ്ച ദിവസമാണ് മിഅ്റാജ് ദിനം, മിഅ്റാജ് നോമ്പൊക്കെ അന്നാണുള്ളത്. അപ്പോൾ ഈ പരിശുദ്ധമായ രാവ് എന്താണ് ഈ സംഗതി എന്ന് പറഞ്ഞാൽ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിത കാലഘട്ടത്തിലെ അവസാന ഭാഗം, അതറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്നാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ വിട പറഞ്ഞു പോയ നിമിഷമാണ്. പിതൃവ്യനായ അബൂ താലിബ്, അവിടുത്തെ പ്രിയപ്പെട്ടവളായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹാ, അവിടത്തേക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഒറ്റപ്പെടുത്തിയിരുന്നു അവിടെയുള്ള ആളുകൾ. ഖുറൈശികളായ ആളുകളെ കടയിൽ നിന്നൊരു സാധനം വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ഭക്ഷണം പോലും കൊടുക്കാതെ ഊരുവിലക്കി നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം അബൂ താലിബിൻ്റെ മലഞ്ചിരിവിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പച്ചിലയും വെള്ളം മാത്രമാണ് കുടിച്ചത്. നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം എത്രയും മക്കളെ! സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് കഴിച്ചത് പച്ചിലയും വെള്ളമാണ്. കിതാബുകളിൽ കാണാം, സ്വഹാബത്തന്ന് അവരുടെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ആട് കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. അത്രമേൽ ഭക്ഷണമില്ലാതെ, നല്ല കാലാവസ്ഥയില്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയത് തന്നെയാണ്. അത്രമേൽ വലിയ പ്രണയല്ലേ ഖദീജ ബീവിയും മുത്തുനബിയും തമ്മിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങളോട്, ആ ഖദീജ ബീവിയുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ വല്ലാത്തൊരു സന്തോഷം തോന്നും. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് തോന്നുന്നത് എന്താ? ഖദീജയെ പോലൊരു പെണ്ണിനെ കിട്ടിയായിരുന്നെങ്കിൽ തോന്നാറില്ലേ? ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ? ഞാനൊരിക്കലേ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, അല്ലട മുത്തേ, നിനക്ക് ഖദീജ ബീവിനെ പോലെ ആയിക്കൂടെ? ഉടനെ താമസിച്ചില്ല, ഉടൻ തന്നെ വന്നു മറുപടി, നിങ്ങൾ മുത്തുനബി ആയാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഖദീജ ആയിക്കോളും. വല്ലതും പറയാനുണ്ടോ നമുക്ക്? ഇത് ഒരു ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാകേണ്ട സംഗതിയൊന്നുമില്ല കേട്ടോ. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ, ഞാനൊന്ന് ഖദീജയാകാൻ നോക്കാം, ഞാനൊന്ന് മുത്തുനബിയാകാൻ നോക്കാം. രണ്ടുപേരാകാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ? എന്നാൽ ആ വഴിയെ നമുക്കൊന്ന് നടന്നു നോക്കാം. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവൻ നന്നായിട്ട് ഞാൻ നന്നായിട്ട് അവൾ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ സ്വയം ഒന്നിങ്ങനെ നന്നാകാൻ ചിന്തിച്ചു നോക്കിയേ, ആ ജീവിതത്തിന് എത്രമേൽ ഭംഗിയുണ്ടാവും. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നബി തങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരാണ്. എവിടെ ഐന ഖദീജ എവിടെ? എന്തിനാ ജിബ്രീൽ? ഖദീജ എന്തിനാ? സാധാരണ എന്നെ കാണാനുള്ള ഓടി വരാറ്, എന്തിനാ ഖദീജയെ കാണുന്നത്? അള്ളാഹു സലാം പറഞ്ഞിട്ടുണ്ട് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹക്ക്, ഇത്ര കൊല്ലം കൂടെ ജീവിച്ചിട്ട് എൻ്റെ മുത്തുനബിയെ വേദനിപ്പിച്ചിട്ടില്ല സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. എത്രമേൽ മനോഹരമായിരുന്നു ആ ജീവിതം. ഹിറാ ഗുഹയിൽ നിന്ന്, ഇല്ലേ, ഹിറാ ഗുഹ അറിയില്ല നിങ്ങൾക്ക്? പോയിട്ടുണ്ടോ ഹിറാ ഗുഹയിൽ? നല്ല പാടാണ് കയറാനല്ലേ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഹിറാ ഗുഹയിൽ നിന്നിങ്ങനെ ഭയന്ന് വിറച്ച് ഓടി വരുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ എന്നാണ്. ഖദീജ എന്ന പെണ്ണിൻ്റെ ഇളമ്മേനിയുടെ ചൂടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിക്കാൻ ആ പുതപ്പിന് അങ്ങനെയും കൂടെ ഒരു ഭാഷ്യമുണ്ട്.
തുണിയുടെ പുതപ്പിനപ്പുറം ചൂടുള്ള ഇളം മേനി കൊണ്ട് മുത്തുനബിയെ ചേർത്ത് പിടിച്ച സയ്യിദത്തുന ഖദീജ ആശ്വസിപ്പിക്കാൻ. അങ്ങ് എന്തിനാ സങ്കടപ്പെടുന്നത്? അങ്ങ് അനാഥരെ, അഗതികളെ ചേർത്ത് പിടിക്കുന്നവരല്ലേ. അങ്ങയെ ദൈവം വിഷമിപ്പിക്കില്ലല്ലോ, അങ്ങയെ നാഥൻ വിഷമിപ്പിക്കില്ലല്ലോ, അങ്ങെന്തിനാ സങ്കടപ്പെടുന്നത് എന്നാണ്. ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം എന്താണ് വേണ്ടത് മക്കളെ? അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഭാര്യയായിട്ട് നിങ്ങൾ മാറണം. നമ്മുടെ ഭാര്യമാരോ, നിങ്ങളോട് ആരാണ് ഇപ്പം മലയുടെ മുകളിലോട്ടൊക്കെ കയറാൻ പറഞ്ഞത്? നിങ്ങൾക്ക് താഴ്ത്തങ്ങാനും നിന്നാൽ പോരായിരുന്നു. മനുഷ്യന് ഇവിടെ നടുവേദന എടുത്ത് നടക്കണം, അതിൻ്റെ ഇടയിൽ ഹിറാ ഗുഹയിലിട്ട് കയറിയേക്കണം. എന്ത് കാര്യമുണ്ട് നിങ്ങൾക്ക്? എന്നാൽ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിയെ അത്രമേൽ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ഖുറൈശികൾ ഒരിക്കലും ചോദിക്കുന്നുണ്ട്, ഖദീജ നിനക്ക് ഈ പാവപ്പെട്ട ഫക്കീറായ മുഹമ്മദിനെ കിട്ടിയുള്ളൂ, പാപ്പരായ മുഹമ്മദിനെ കിട്ടിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ആരും നിനക്ക് കിട്ടിയില്ലേ ഖദീജ? ഉടനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എല്ലാവരും ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണ്. വിരുന്നിന് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുഴുവൻ സ്വത്തും ഞാനിതാ എൻ്റെ ഭർത്താവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു, മുഹമ്മദിലേക്ക് കൊടുത്തിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഖദീജയാണ് ദരിദ്ര. എൻ്റെ ഭർത്താവിന് ഈ സ്വത്തിൽ നിന്ന് എന്തും ചിലവഴിക്കാം, എന്നോട് ചോദിക്കണ്ട, പക്ഷെ ഞാൻ ചിലവഴിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചോദിക്കണം. ഇനി ഖദീജയാണ് ദരിദ്ര, മുഹമ്മദ് ധനികനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ ഇതെന്തൊരു സ്നേഹം. പരസ്പരം അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ പാടില്ല, എൻ്റെ ഭർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ പാടില്ല. ഈ ഒരു സ്നേഹബോധ്യം നമ്മുടെയൊക്കെ ലൈഫിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഇല്ല. ഇതിപ്പോൾ നമ്മൾ ഭാര്യമാർ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കെട്ടിയവൻ എങ്ങനെയുണ്ടടി? എന്തൂട്ട് പറയാനാണ്, ഒരു കഥയില്ലാന്നേ. ആദ്യം കല്യാണം തുടങ്ങിയപ്പോൾ ഭയങ്കര രസമൊക്കെ ആയിരുന്നു, പിന്നെ ഒരു കഥയിലാണ്, പറയാനില്ലാന്നേ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഖദീജയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറി നോക്കിയേ, ലൈഫ് സെറ്റാണ് അല്ലേ? അപ്പം അങ്ങനെ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയൊക്കെ വഫാത്തായത് ഈ വർഷമാണ്. അതുകൊണ്ട് തന്നെ ആ വർഷത്തിൻ്റെ പേര് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. ഒരിക്കൽ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹദ് യുദ്ധത്തിൽ അങ്ങേക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ സങ്കടം ഉണ്ടായല്ലോ നബിയെ, അവിടുത്തെ മുൻപല്ല് പൊട്ടിയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലാതെ വേറെ സങ്കടം, അതിനേക്കാൾ വലിയ സങ്കടം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഉണ്ട് ആയിഷ, ഉണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മാടെ കുടുംബക്കാർ ഒരു അത്താണിയായിട്ടുണ്ടാവുമെന്ന് കരുതി. അങ്ങനെയാണല്ലോ, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ വാപ്പാടെ കുടുംബക്കാരേക്കാൾ പെട്ടെന്ന് ഓർമ്മ വരും ഉമ്മാടെ തറവാട്ടുകാരെയാണ്. അവർ ത്വായിഫിലുണ്ട്. അങ്ങോട്ട് ചെല്ലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭ്രാന്തന്മാരെയും കുട്ടികളെയും കയ്യിൽ കരിങ്കല്ല് കൊടുത്തിട്ട് പറഞ്ഞു വിടുക, എൻ്റെ ഹബീബായ തങ്ങളെ ഓടിച്ചിട്ട് കല്ലെറിയുന്നുണ്ട്. അവിടുത്തെ ശരീരത്തിൽ കൊണ്ടിട്ട് അവിടുത്തെ ശരീരത്തിൽ നിന്ന് ചോര താഴേക്ക് വീഴുമ്പോൾ 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് ശരവേഗത്തിൽ പാഞ്ഞെത്തുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോര ഇങ്ങനെ കയ്യിലേക്ക് മേടിക്കുന്നുണ്ട്. അങ്ങയുടെ ചോര എങ്ങാനും ഈ ഭൂമിയിൽ വീണാൽ യാ റസൂലല്ലാഹ്, ഈ ഭൂമിയിൽ പിന്നൊരു മുൽനാമ്പ് മുളയ്ക്കില്ല നബിയെ, അള്ളാഹു അങ്ങനെ ആക്കിക്കളയും, അതുകൊണ്ട് സമ്മതിക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് മലക്കുൽ ജിബാൽ, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, നാദാനി മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്കെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ കാണുന്ന 2 മലകൾ ഞാൻ ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചിടട്ടെ, ഞാനിതിങ്ങനെ കീഴ്മേൽ മറിക്കട്ടെ, ഇവരെ മുഴുവൻ ഞാൻ കൊന്നുകളയട്ടെ? വേണ്ട വേണ്ട വേണ്ട, എന്തിനാത്? അവരെങ്ങാനും നന്നായാലോ, അവരിൽ ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടിയാലോ? ഇതാണ് നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ ഇങ്ങനെ വേദനിച്ച് നിൽക്കുമ്പോൾ അള്ളാഹ് പറയാണ്, എന്തിനാ സങ്കടപ്പെടുന്നത് നബിയെ, ഞാനുണ്ട്, എൻ്റെ അടുത്തേക്ക് പോയി ആര് കൈവിട്ടാലും തങ്ങളെ ഞാൻ കൈവിടൂല, എൻ്റെ ഹബീബാണങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഫിസ്മോളുടെ ചാനലിൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, എല്ലാവരും കാണുക. അത് നമ്മുടെ മക്കൾ നമ്മളോട് പറയൂല, അവരുടെ കൽബിലുള്ള 5 ആഗ്രഹങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ അതറിഞ്ഞ് നമ്മൾ ചെയ്തു കൊടുത്താൽ മക്കൾ നല്ല മക്കളാവും. പക്ഷെ നമ്മളവരുടെ മനസ്സിലുള്ളത് അറിയണില്ല, അതുകൊണ്ട് നമ്മൾ അവരോട് ഈ കാര്യങ്ങൾ ചെയ്യാതെ പോവുക, അപ്പം മക്കൾ ആകെ മോശമായി പോവും. അപ്പോൾ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിലുണ്ട്, അത് കണ്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ലൈഫിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അപ്പോൾ എന്താണ് ഇസ്രാ മിഅ്റാജ്? സൂറത്ത് ഇസ്രായിൻ്റെ ആദ്യത്തെ ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു
സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധൻ. എന്താ അള്ളാഹ് ചെയ്തത്? അല്ലദീ അസ്റാ ബിഅബ്ദി, അവൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹ്. അടിമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ അടിമ എന്ന് പറയണമെങ്കിൽ അത്രമേൽ ക്വാളിഫൈഡ് ആയ ആൾക്കേ ആ പദവി കിട്ടുള്ളൂ. അടിമ, നമ്മൾ ഉദ്ദേശിക്കുന്ന അടിമയല്ലത്, സ്നേഹത്തിൻ്റെ അടിമ, റബ്ബിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ അടിമ, അള്ളാഹിൻ്റെ അടിമ. ആ ക്വാളിറ്റി അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ആദ്യം. അവൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച തമ്പുരാൻ എവിടെ നിന്ന്? മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. എത്രയോ കിലോമീറ്റർ വഴിദൂരമുണ്ട്. അന്നത്തെ കാലത്ത് 2-3 മാസം വഴിദൂരമുള്ള സ്ഥലമാണത്. അവിടത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകാൻ ഹറമിൻ്റെ മുമ്പിൽ ഒരു വാഹനം വരികയാണ്. എന്താണ് ആ വാഹനം? ബുറാഖ് എന്ന വാഹനം. ആ ബുറാഖ് സാഹിബുൽ ബുറാഖി വ റഫ്റഫിൽ അലാ റസൂലുള്ളാഹ് സ്വലവാത്തുൽ തഹിയാത്തുൻ അലൈഹി സലാം. സാഹിബുൽ ബുറാഖ്, ബുറാഖിൻ്റെ സാഹിബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി തങ്ങളെ വഹിച്ചുകൊണ്ട് ബുറാഖ് പോവുക. എന്താ ബുറാഖിൻ്റെ പ്രത്യേകത? കണ്ണെത്തുന്ന ദൂരമാണ് ബുറാഖിൻ്റെ വേഗത. ഒരു കാലെടുത്ത് വെച്ചാൽ കണ്ണ് എവിടെ എത്തുമോ അത്രയും ദൂരം ഒറ്റയടിക്ക് സഞ്ചരിക്കും. ഇവിടെ നോക്കുമ്പോൾ ആകാശം കാണുന്നുണ്ടെങ്കിൽ കാലെടുത്ത് വെച്ചാൽ അവിടെ എത്തും. അങ്ങനെയുള്ള സ്പീഡ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണ്. ഇടിമിന്നലിനേക്കാൾ വേഗത ഉണ്ടായിരുന്നു ബുറാഖിന്. അങ്ങനെ മസ്ജിദുൽ അഖ്സയിലെത്താണ്. അവിടെ ചെല്ലുമ്പോൾ 1.25 ലക്ഷം പ്രവാചകന്മാർ അവിടെ ഉണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരി, മൂസാ നബി ഖബറിൻ്റെ അകത്ത് നിന്ന് നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ, അപ്പം ചില ആളുകൾ പറയാറില്ലേ പ്രവാചകന്മാരൊക്കെ മണ്ണോട് മണ്ണായി എന്നാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നില്ലടോ, മണ്ണ് തൊടില്ല. അതിനെ മണ്ണിനെ അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്. മൂസാ നബി ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഉള്ളിൽ മുത്തുനബിയുടെ പിന്നിൽ നിസ്കരിക്കാൻ മൂസാ നബി ഉണ്ട്. 7 വാനങ്ങൾക്ക് അപ്പുറത്തേക്ക് മുത്തുനബി പോകുമ്പോൾ അവിടെയുണ്ട് മൂസാ നബി. തിരിച്ചിറങ്ങുമ്പോഴുണ്ട് മൂസാ നബി, താഴെ വരുമ്പോഴുണ്ട്. അതാണ് അമ്പിയാക്കൾ. അവരുടെ അർവാഹുകൾ ഇങ്ങനെ സഞ്ചരിക്കും, ഔലിയാക്കളുടെ അർവാഹുകൾ ഇങ്ങനെ സഞ്ചരിക്കും. ഇതൊക്കെ ഈമാനുള്ളവർക്കല്ലാതെ ആർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുക? ഹബീബായ തങ്ങൾ അവിടെ നിസ്കരിക്കുകയാണ്. ഹറമിൽ നിസ്കരിച്ചു. ഇനി വലിയൊരു യാത്ര പോകാൻ പോവാണ്. അതിന് ബുറാഖ് പറ്റില്ല. ബുറാഖിനേക്കാൾ വലിയൊരു വണ്ടി വേണം. കാരണം ബുറാഖിൻ്റെ സ്പീഡ് പോരാ. 7 വാനങ്ങൾക്കപ്പുറം പോയി വരണം. അവിടുത്തെ സമയവും ഇവിടുത്തെ സമയവും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ വളരെ നിമിഷാർദ്ധം കൊണ്ട് പോയി വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോവാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ ഹറമിൽ നിന്ന് അഖ്സ വരെയുള്ള യാത്ര. അവിടെ നിന്ന് 7 വാനങ്ങൾക്കപ്പുറം പോയി വന്നതിനാണ് മിഅ്റാജ് എന്ന് പറയാം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഒരു ഏണിയാണ്, ഗോവണിയാണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും ആ യാത്രക്ക് മുത്തുനബി ഒരുങ്ങാൻ. ഒരു ഹെൽമെറ്റില്ല, സ്പേസ് സ്യൂട്ടില്ല, ഒന്നുമില്ല. വളരെ പെട്ടെന്ന് ഓരോ വാനം കടന്നു ചെല്ലുമ്പോഴും അവിടെ ഓരോ പ്രവാചകന്മാരുണ്ട്. മലക്കുകൾ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. മർഹബൻ മർഹബൻ, മുത്തുനബിക്കെന്ന ആഘോഷ രാവാണ്. എല്ലാം കടന്ന് സിദ്റത്തുൽ മുന്തഹയും കടന്ന് ബഹറുൻ നൂർ, പ്രകാശത്തിൻ്റെ കടലെത്തുമ്പോൾ കൂടെയുള്ള ജിബ്രീൽ പറയുന്നുണ്ട്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയെ, എന്നെ വിട്ടേക്കട്ടോ, എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല. എൻ്റെ ചിറകുകളൊക്കെ കരിഞ്ഞു പോകും. അത് രാജാതിരാജനായ റബ്ബിൻ്റെ സദസ്സാണ്. അവിടെ അങ്ങേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഈ ജിബ്രീലിന് പോലും അങ്ങോട്ട് കടക്കാൻ പറ്റൂല. പ്രകാശത്തിൻ്റെ കടലും കടന്ന് അങ്ങ് തനിച്ചു പോകണം. അങ്ങ് പോയിക്കോ, പേടിക്കണ്ട, ലാ തഖഫ്. അങ്ങനെ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് പറയുമ്പോൾ ഇങ്ങനെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വാനങ്ങൾക്കപ്പുറം കടന്നു ചെന്ന് ബഹറുന്നൂറും കടന്നിങ്ങനെ നാഥനായ റബ്ബിൻ്റെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ അതരത്തിൽ നിന്ന് വീണു അത്തഹയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. ആ സന്ദർഭം ഇങ്ങനെ ആലോചിക്കാൻ പറ്റണില്ല. ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ. ഉടനെ നാഥനായ റബ്ബിൻ്റെ മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയായവരെ, അങ്ങേക്ക് അല്ലാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ. ആ സമയത്താണ് മുത്തുനബിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കണ്ടാൽ എല്ലാം മറക്കും. സ്വർഗം കണ്ടാൽ ഒരു മനുഷ്യൻ ദുനിയാവിലെ മുഴുവൻ പ്രയാസങ്ങളും മറക്കുമെങ്കിൽ ആ സ്വർഗത്തെപ്പോലും മറപ്പിച്ച് കളയുന്ന ഒന്നാണ് അള്ളാഹിനെ കാണുക എന്ന് പറയുന്നത്. എല്ലാം മറക്കും. ആ സമയത്ത് മുത്തുനബി നമ്മളെ മറന്നില്ല. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. യാ റബ്ബി, എനിക്ക് മാത്രം പോരാ, നിൻ്റെ സച്ചരിതരായ അടിമകൾക്കും
എൻ്റെ ഉമ്മത്തിനൊക്കെ വേണം പടച്ചോനെ. ആ രക്ഷയും മേടിച്ചുകൊണ്ട് വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ സ്നേഹിക്കാതെ പിന്നെ എന്തുട്ട് ദീനാ നമുക്കുള്ളത്? എന്ത് ദീനാ നമുക്കുള്ളത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വഖത്ത് നിസ്കാരം അല്ലാഹ് സമ്മാനമായിട്ട് കൊടുത്തു മുത്തുനബിക്കില്ലേ. ഞാൻ ചരിത്രം വലിച്ചു നീട്ടി പറയുന്നില്ല. മൂസാ നബിയുടെ ഇടപെടൽ കൊണ്ട് 7-8 തവണ 8-9 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി 50 വഖത്ത് 5 വഖത്താക്കി ചുരുക്കിയില്ലേ. ആ സമ്മാനവും കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. ഈ സംഗതി നടന്നത് റജബ് 27 രാവിലാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 2 ദിവസം കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി മനസ്സിലാക്കി ആ രാവിനെ അത്രമേൽ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തിന് കൊടുക്കാൻ ഒരു സമ്മാനം കൊടുത്തു വിട്ടു. സ്വർഗത്തിലെ വൃക്ഷാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മെഹറാജിൻ്റെ രാവിലെ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്റാണ്. എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവാണ് പരിശുദ്ധൻ, എനിക്കൊരു പരിശുദ്ധിയില്ല. വൽഹംദുലില്ലാ, സർവ്വസ്തുതിയും അവന് മാത്രമാണ്, എനിക്കൊരു സ്തുതിയുമില്ല, ഒരു സ്തുതിക്ക് ഞാൻ അർഹനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരുമില്ല എനിക്ക്. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ, എനിക്കൊരു വലിപ്പച്ചരവില്ല. വിനയവിധേയനായി നിന്നത് വീട്ടിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ ആ വീട്ടിലേക്ക് പടച്ചോൻ്റെ സമാധാനം പെയ്തിറങ്ങും. നമ്മുടെ പേരിൽ സ്വർഗീയ ലോകത്ത് തോട്ടങ്ങളുണ്ടാവും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ ഈ മേറാജ് രാവും പകലും വേണ്ടവണ്ണം പരിഗണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. പഠിക്കാത്തവരൊക്കെ പഠിക്കട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതി പാവപ്പെട്ട 2 കുടുംബങ്ങളെ നമ്മൾ ഏറ്റെടുത്തതാണ്. പലരും ഹദിയ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഇല്ലാത്തവർക്ക് അള്ളാഹു ധാരാളമായി കൊടുക്കട്ടെ. ഏത് ലക്ഷ്യത്തിലാണോ നമ്മൾ ഹദിയ ചെയ്യുന്നത് ആ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ രാത്രിയിലെ മജ്ലിസ് ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ നല്ല തിരക്കുകളിലായിപ്പോയി. ഈ കോളേജ് അധ്യാപനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓടിയെത്താൻ പറ്റാത്തൊരു പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് റജബ് മേറാജ് മുതൽ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുന്നത് വരെ നമുക്ക് ഫുള്ളായിട്ട് മജ്ലിസ് നടത്തണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ട് മുത്തുനബി കണ്ടത് ആരെയാണ്? അത് മൂസാ നബിയെയാണ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു അടുത്തേക്ക് മദദ് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ വാനത്തിൽ ചെല്ലുമ്പോൾ മുത്തുനബിയെ സ്വീകരിക്കാനുണ്ടായിരുന്ന നബി ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിഥില സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. മിഅ്റാജ് രാവ് വേണ്ടവണ്ണത്തിൽ പരിഗണിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീയല്ലാതെ ഒരത്താണിയില്ല അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഈ സദസ്സിലേക്ക് ഹദിയകൾ ചെയ്യുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർ, പലവിധ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ്. പലരും അസുഖബാധിതരാണ്. മക്കൾക്ക് രോഗമുള്ളവർ, മാതാപിതാക്കൾ പ്രയാസം അനുഭവിക്കുന്നവർ, എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാ. മക്കളുടെ എക്സാമുകൾ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞവർ, എക്സാം എഴുതുന്നവരുണ്ട്, എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാ. നന്നായി പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. സമാധാനം തരണേ തമ്പുരാനെ, സമാധാനം തരണേ തമ്പുരാനെ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചോനെ, നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ കണ്ടതുപോലെ അല്ലെങ്കിലും കൽബിൻ്റെ കണ്ടുകൊണ്ട് നിന്നെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. റബ്ബന, കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. മുത്തുനബിയോടൊപ്പം ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.